എൻ്റെ പേര് ലാലി. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് ദൈവത്തിൻ്റെ നാമം ഉയർത്തി കാണിക്കുവാൻ എനിക്ക് തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ലൂക്കാ 12:8 മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. നമ്മൾ മനുഷ്യരുടെ മുൻപിലല്ല ഏറ്റുപറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയാനാണ് എനിക്ക് എപ്പോൾ സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാലും ഞാൻ പറയുന്നോളാം. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടൊന്നും ഞാൻ വന്നതല്ല. 2018 നവംബറിലാണ് ഞാനിവിടെ വന്നതും ഉടമ്പടി എടുത്തതും ഒക്കെ. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി 6 നിയോഗം വെക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ച് എന്താണെന്ന്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോൾ ഇത് മോള് ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനപ്പം നിയോഗം വെച്ച് കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും, മോൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ 2 കുഞ്ഞുങ്ങളുടെയും വിവാഹം അച്ഛൻ ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നടത്തി തരണേ മാതാവേ എന്ന് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചു. അത് അത്ഭുതകരമായിട്ട് അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് 2019-20 കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തി തന്നു. 2 കുഞ്ഞുങ്ങളെ, നല്ല ദൈവത്തെ അറിയുന്ന 2 കുഞ്ഞുങ്ങളെ തന്നു. സന്തോഷമായിട്ട് അവരും ദൈവത്തെ അറിഞ്ഞ് തന്നെ ജീവിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള 2 വസ്തുവിൻ്റെ അതിലെന്ന് പറഞ്ഞാൽ തൊട്ട് അപ്പുറത്തെ ആളുകൾ നമ്മളോട് തർക്കമാണ്. ഞങ്ങളുടെ പേരിലാണ് വഴി, ഞങ്ങളാണ് കരമടയ്ക്കുന്നത്, അതിൻ്റെ പുറയിലുള്ളവരെ അവർക്ക് വഴിയില്ലാത്തതുകൊണ്ട് അവരുടെ വഴിയാണെന്നും പറഞ്ഞ് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് ഞാൻ വേറെ ഒന്നിനും പോയില്ല. പുറപ്പാട് 14 വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാൽ മതി എന്ന് കർത്താവ് പറഞ്ഞ വചനം ഞാനിങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരുന്നു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മയെ ഈ വിഷയത്തിൽ 2ലും അമ്മ എനിക്ക് നീതി നടത്തി തരണം. അമ്മ തന്നേ പറ്റത്തുള്ളൂ. നമുക്കാരോടും സംസാരിക്കാൻ പോകാനോ വഴക്കിനോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റത്തുമില്ല. അപ്പോൾ റീസർവേ ഓഫീസിൽ പോയി മോനെ റീസർവേ തിരക്കിയപ്പോൾ ഈ വർഷം റീസർവേ ഇല്ല, അവർ ധൃതി പണിക്ക് വേണ്ടി അവരെ വിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ബാംഗ്ലൂരാണ്. വന്ന സമയത്ത് നടന്നില്ല, പിന്നെ നടക്കത്തുമില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് വേണ്ടി റിസർവേക്കാരെ ഞാൻ പോകുന്നതിന് മുമ്പേ അയക്കണേന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, അത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസർവേക്കാർ വന്നു. ഈ 2 വസ്തുവിൻ്റെ, ഞാൻ ചുരുക്കി പറയാം, ഈ 2 വസ്തുവിൻ്റെ മേലും ഞങ്ങൾക്ക് മാതാവ് നീതി നടത്തി തന്നു. അമ്മ എനിക്ക് വേണ്ടി വിട്ടതാണെന്ന് ഞാൻ തീർത്തും പറയുക. അല്ല, ഞാൻ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു, വീണ്ടും പ്രശ്നമായിട്ട് തന്നെ മുന്നോട്ട് പോയേനെ. പിന്നെ എൻ്റെ ഈ കൈയുടെ കുഴയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടേ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല, എനിക്ക് ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ ഉടമ്പടി തൈലം തേച്ചിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ ദേഹത്ത് കത്തി വെക്കാൻ ഇടയാകരുത്, ഇതോടുകൂടി എനിക്ക് സൗഖ്യം തരണം. പിന്നെ ഈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ ഈ തോള് തൊട്ട് ഇവിടം വരെ അതിൻ്റെ വേദനയാണ്. ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. അമ്മ എനിക്കതിന് പൂർണ്ണ സൗഖ്യം തരണമെന്ന് പറഞ്ഞു. അമ്മ എനിക്കതിന് പൂർണ്ണ സൗഖ്യം തന്നു. പിന്നെ 2023 ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഞാനിവിടെ വന്ന ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേന് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്. അപ്പോൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് ഞാൻ ലോൺ എടുത്തതായിരുന്നു. അപ്പം അത് ഒരു ഡിമാൻഡ് നോട്ടീസ് വന്നു. നോട്ടീസ് വന്നു കഴിഞ്ഞിട്ട് ആ വസ്തു വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു. ആ മാസം തന്നെ കച്ചവടം നടക്കുമെന്നുള്ള രീതിയിൽ തന്നെ ആയി. അവസാനം വന്നപ്പോഴത്തേന് അത് നടന്നില്ല. വീണ്ടും അത് ജപ്തിയിലേക്കാണെന്നും പറഞ്ഞ് അറിയിച്ചു. അപ്പോൾ 20 ലക്ഷം വേണം. അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി തരണം. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ എനിക്ക് ദർശനപരമൊക്കെ ഉള്ളതായതുകൊണ്ട് ജപ്തി ഒഴിവാകുന്നു 3 പ്രാവശ്യം എന്നെ എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ആ പണം ക്രമീകരിച്ച് തന്ന അമ്മ ജപ്തി ഒഴിവാക്കി തന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മോളുടെക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിനെ 5-ാമത്തെ ദിവസം നമ്മൾ ശരിക്കൊന്നും കണ്ടില്ല, ഡിസ്ചാർജ് ചെയ്യുന്നു. കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് ഭയങ്കരമായ ലൂസ് മോഷനും ഛർദിലും എല്ലാമായിട്ട് കുഞ്ഞങ്ങ് ഓരോ ഓർഗനും അങ്ങ് ഡൗൺ ആയി അങ്ങ് താഴോട്ട് പോയി. പെട്ടെന്ന് ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചികിത്സയൊക്കെ നടത്തി. ഡോക്ടർ ഒന്നും പറയുന്നില്ല, 48 മണിക്കൂറേ അവർ പറയുന്നുള്ളൂ. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഭയങ്കരമായ ഡീഹൈഡ്രേഷൻ. വീണ്ടും അപ്പോൾ ഞങ്ങൾക്ക് കിംസിലേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി. ബാക്കിയുള്ള കാര്യം മോള് പറയും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ കൊണ്ടുപോയി തുണി കൊടുക്കും, എൻ്റെ കഴിവ് പോലെ ഞാൻ പൈസ കൊടുക്കും.
പിന്നെ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് കിഡ്നി പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഡയാലിസിസ് രോഗികൾക്കാണ് കൊടുക്കുന്നത്. എനിക്കറിയാം അവർക്ക് പൈസ വേണ്ടതിൻ്റെ ആവശ്യം. ഡയാലിസിസ് രോഗികൾക്ക് ഞാൻ പണം കൊടുക്കും. പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഞാൻ അമ്മയോട് പറയും, എനിക്ക് ഓരോ മാസവും എൻ്റെ അടുക്കലേക്ക് അർഹതപ്പെട്ട മക്കളെ അയക്കണമേ എന്ന് പറയും. അപ്പോൾ അമ്മ അർഹതപ്പെട്ട മക്കളെ അയക്കും. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യും. പിന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടി ഈ നേർച്ച വസ്തുക്കൾ എൻ്റെ കൈ കിട്ടിയണൊക്കെ പിന്നെ സകല കാര്യത്തിനും ഞാനത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രോഗം തന്നെയല്ല, അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാം ആ വസ്തുവിനകത്ത് ഞാൻ ഉപ്പിട്ട്, ഇവിടുത്തെ നേർച്ച ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ജപ്തി ഒഴിവാക്കി കിട്ടാൻ. അങ്ങനെ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് മുൻപോട്ട് പോന്നു. പിന്നെ ജോസഫ് അച്ഛൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ക്ലാസ് മുടങ്ങാതെ കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കേൾക്കും. അങ്ങനെ ദൈവം തമ്പുരാൻ അങ്ങനെ ദൈവസ്നേഹത്തിൽ നിറച്ച് കൊണ്ടുപോകുന്നു. പിന്നെ മോളുടെ കാര്യം മോള് പറയും, കുഞ്ഞിൻ്റെ കാര്യം. കൃപാസന അമ്മയെ നന്ദി, ഈശോയെ നന്ദി. എൻ്റെ മോള് ജനിച്ചു കഴിഞ്ഞൊരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് സിവിയർ ഡീഹൈഡ്രേഷനായി. മോള് ലൈഫ് ലൈനിലായിരുന്നു, എൻ്റെ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നു. അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ദിവസവും ഞങ്ങൾ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം മോളുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നോർമലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേയും ഞങ്ങൾ നോർമലാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മോള് നിർത്താതെ കരച്ചിൽ. 6ാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടും അപ്പോൾ കരച്ചിലായിട്ട് ഞങ്ങളപ്പോൾ തിരിച്ചു പിന്നെയും ലൈഫ് ലൈനിലോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ pH വാല്യൂ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് 7.5 ആണ്. മോളുടെ pH വാല്യൂ 7 ആയി. 48 hours കൂടുതൽ എൻ്റെ കുഞ്ഞ് സർവൈവ് ചെയ്യത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു എവിടെ പോയാലും ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ, പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ കിംസിലോട്ട് കൊണ്ടുപോയിക്കോ, ബ്ലഡ് റിസൾട്ടൊക്കെ കുറച്ചും കൂടെ നേരത്തെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ലൈഫ് ലൈനിലെ ഡോക്ടറിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കിംസിലെ ഡോക്ടറിലെ അവിടുത്തെ മെയിൻ ഹെഡ്. അപ്പോൾ അവിടോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു. അത് കഴിഞ്ഞ് മോളെ NICU ആംബുലൻസിലാണ് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മോളെ ഒരു ഐസൊലേറ്റഡ് NICUയിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു മോളെ നീ കാശുരൂപം, അമ്മ അന്നേരം ഉടമ്പടിയിലായിരുന്നു. അമ്മ പറഞ്ഞു നീ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാം, മാതാവ് നിനക്ക് തിരിച്ചു തരും. 5 ദിവസമല്ലേ നമ്മൾ കുഞ്ഞിനെ കണ്ടുള്ളൂ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ പറഞ്ഞു, അമ്മ തന്നെ പോയി വിശ്വാസത്തിൽ ഫസ്റ്റ് പ്രാർത്ഥിക്കാം. പിന്നെ ഞങ്ങൾ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുത്തു, കാരണം മോളെ പേരൻസിനെ മാത്രമേ കാണിക്കത്തുള്ളൂ. അങ്ങനെ അമ്മ കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ 7th ഡേ ഞാനും എൻ്റെ ഹസ്ബൻഡും കയറുന്ന സമയത്ത് ഞങ്ങൾ കാശുരൂപം വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടുത്തെ നഴ്സുമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു മോളുടെ അടുത്ത് മാതാവ് ഇരുന്നോട്ടെ, അവൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഡോക്ടർ അവരുടെ അടുത്തും പറഞ്ഞു അഥവാ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് എന്തെങ്കിലും ക്ലീൻ ചെയ്യുവാണെങ്കിലും ഒന്ന് നോക്കിക്കോണേ കാശുരൂപം പോവാതെ. അങ്ങനെ 7th ഡേ കിംസിലെത്തി. 2nd ഡേ മുതൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. മോളുടെ pH ലെവൽ നോർമൽ ആവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾ കിംസിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു 3-4 മാസം പുറത്ത് വീട് നോക്കിക്കോ, കാരണം മോള് ഡിസ്ചാർജ് ആവാൻ സമയമെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോള് ബെറ്റർ ആവാൻ ഞങ്ങളവിടെ കിംസിൽ പോയിട്ടൊരു 7th ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം, നിങ്ങളുടെ കുഞ്ഞിന് സംഭവിച്ചൊരു മിറാക്കിളാണ്. അപ്പോൾ ദൈവത്തിനോട് നന്ദി വിളക്കുക. അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ നല്ല പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ഡോക്ടറെ, എല്ലാ രീതിയിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്ന കുഞ്ഞാന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയത്തും ഡീറ്റെയിൽ ആയിട്ട് പറയും മാതാവ് എനിക്ക് തിരിച്ചു തന്ന കുഞ്ഞാണ്. അതന്നേരം അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. പത്രം വാങ്ങാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും ഒന്ന് കേട്ട് നോക്ക്, എനിക്ക് തന്നെ ഉള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് എന്നാൽ. പിന്നെ 2ാമത്തെ സാക്ഷി എൻ്റെ എന്ന് പറയുന്നത്, എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ മെറ്റർണിറ്റി ലീവിലായിരുന്നു. അപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടീം അവർ നിർത്തി. ഞാൻ ക്യാമ്പസ് ഹയറിങ്ങിലായിരുന്നു. അപ്പോൾ തിരിച്ചു ചെന്നപ്പോഴത്തേന് ആ ജോലി ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വയ്യാതൊക്കെ ഇരിക്കുമെന്ന്, മീൻസ് നോർമലായി വരുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ഇരുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും, ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്താലും മെറ്റർണിറ്റി ബ്രേക്ക് എന്ന് എനിക്ക് പറയാമല്ലോ. പക്ഷേ എനിക്ക് 1.5 വർഷം ഞാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. എനിക്ക് ഇൻ്റർവ്യൂസ് വരുന്നില്ല. ഞാൻ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തും പറയുന്നത് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലെങ്കിൽ എനിക്ക് മനസ്സിലാവും എന്തോ എൻ്റെ പ്രശ്നം, എവിടെ എനിക്ക് പറ്റുന്നത്. ഒരു ഇൻ്റർവ്യൂ കോള് പോലും വരാതിരുന്ന സമയത്ത്
മാതാവ് എനിക്ക് അത്ഭുതകരമായി 1.5 വർഷത്തിന് ശേഷം നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ഞാൻ HR-ലാണ്, പക്ഷേ പുറത്തുള്ള ആൾക്കാരുടെ ഡയറക്റ്റ് അടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലി മാതാവ് എനിക്ക് തന്നു അനുഗ്രഹിച്ചു. താമസിച്ചപ്പോഴും ദൈവവും മാതാവ് എനിക്ക് ഏറ്റവും നല്ല ജോലി തരാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വീട്ടിൽ ഇരുന്ന് പിന്നെ വേറെ ഞാൻ അന്ന് ഉടമ്പടിയിൽ വെച്ചതായിരുന്നു. HR-കാർക്ക് വളരെ കുറച്ച്, ഒരു 10% പോലും കിട്ടത്തില്ല വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി തരണം. അങ്ങനെ മാതാവ് എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി, വല്ലപ്പോഴും എനിക്ക് ഓഫീസിൽ പോയാൽ മതി, അങ്ങനത്തെ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് മോള് ജനിച്ചൊരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി നിന്നുപോയി, കോവിഡിൻ്റെ പ്രശ്നം തന്നെ. അങ്ങനെ 4 മാസം ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തും എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും കാശുരൂപം വെച്ച് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പോൾ എൻ്റെയും ഇൻ്റർവ്യൂസ് എല്ലാം വളരെ എളുപ്പമായിരുന്നു. എൻ്റെ ആണെങ്കിൽ ഒറ്റ റൗണ്ടേ ഉള്ളായിരുന്നു. സീനിയറായിട്ടുള്ള ഒരാൾ വന്നു, ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഒരു റൗണ്ടും കൂടെ കാണും. പക്ഷേ ആൾ പറഞ്ഞു, ഇല്ല, ഈ ഒരു റൗണ്ടേ ഉള്ളൂ, അനൂപ സെലക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു ഓഫർ ലെറ്റർ എൻ്റെ കിട്ടുമായിരുന്നു. അനുഗ്രഹനാണെങ്കിലും ആൾ എൻജിനീയറിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ടഫായിട്ടുള്ള വരും. അപ്പോൾ കുറേ പഠിക്കണം അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും. പക്ഷേ അതും ആളിന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചോദിച്ച് അധികം ടെക്നിക്കലും അല്ലാത്ത രീതിയിൽ 3 റൗണ്ട് ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവ് എളുപ്പമാക്കി തന്നു. കാശുരൂപം വെച്ചായിരുന്നു ഞങ്ങൾ 2 പേരും ഇൻ്റർവ്യൂവിന് കയറുന്നത്. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായം 5-ാം തിരുവചനം. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ഈശോയെ ഉണർത്തുവാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. ജോസഫ് അച്ഛൻ നമ്മോട് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവത്തിന് നിന്നെക്കൊണ്ട് എന്തുപകാരം എന്ന് അച്ഛൻ എപ്പോഴും നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ചോദ്യം അച്ഛൻ എപ്പോഴും നമ്മോട് ചോദിക്കുന്നുണ്ട്. നാം വിശേഷവിധിയായി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെല്ലാം തന്നെ പാപികളും മറ്റു മതസ്ഥരുമെല്ലാം ചെയ്യുന്നതിലപ്പുറം നീ എന്താണ് ചെയ്യുന്നത്, വിശേഷവിധിയായി ചെയ്യുന്നതെന്നാണ് ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്കെപ്പോഴും അതിനൊരു ഉത്തരമുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്ന പല രീതികൾ, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന രീതികളെക്കുറിച്ചാണ് നാം എപ്പോഴും ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ പറയുന്നത്. ഇവിടെ ലാലി തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇവർ വളരെ ദൈവസ്നേഹത്തിൽ അടിയുറച്ച ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വഴക്കിനോ തർക്കത്തിനോ പോകുവാൻ അവർക്ക് താല്പര്യമില്ല. ലാലി നമ്മോട് പങ്കുവച്ചത് ഇതാണ്, ഞങ്ങളുടെ തന്നെ വസ്തുവകയായിട്ടുള്ള ഒരു ആധാരത്തിൽ ഡോക്യുമെൻറ്റിൽ ഞങ്ങൾക്ക് സ്ഥലമുള്ള ഒരു വക അടുത്തുള്ള വീട്ടുകാർ അത് അവർ കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇവർ വഴക്കിനൊന്നും പോകുന്നില്ലായിരുന്നു. ഒരു പരിശുദ്ധ അമ്മയോട് വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ സഹോദരി വന്ന് ഒരു റീസർവേ കൊടുക്കാമെന്ന് ആഗ്രഹിച്ചപ്പോൾ സഹോദരി മനസ്സിലാക്കിയത് ഈ വർഷം ഇവിടെ റീസർവേ ഇല്ല. പക്ഷെ പരിശുദ്ധ അമ്മ നമുക്കറിയാം, ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരമ്മയാണ്, നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരമ്മയാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 1 വർഷത്തെ ഡ്യൂറേഷനുള്ള ആ ഒരു സംഭവം പരിശുദ്ധ അമ്മ അത് വളരെ ചുരുക്കി ഉടൻ തന്നെ ഇവർക്ക് വേണ്ടി ഓഫീസ് തുറക്കുകയും റീസർവേ നടത്തുകയും ഇവരുടെ ഡോക്യുമെൻറ്റിൽ ഇവരുടെ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ആ ഒരു അസ്വസ്ഥത അവരിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുമ്പോൾ നമുക്കുള്ള എല്ലാ അസ്വസ്ഥതകളും ഒരു ചെറിയ ഒരു വിഷമം പോലും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുകയും നമുക്ക് വേണ്ടി ഒരു അഭിഭാഷകയായി നിൽക്കുകയും സഹരക്ഷയായി എപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയ ഫാക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സഹോദരിക്കൊരു കൈക്കുഴയിലൊരു മുഴയുണ്ടായിരുന്നത് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് ഈ സഹോദരി നടത്തി. ഇവരുടെ കുടുംബത്തിൽ അങ്ങനെയാണിപ്പോൾ ഇവരുടെ ജീവിത രീതി. അസുഖങ്ങൾ വരുമ്പോഴെല്ലാം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവരുടെ എല്ലാ അസുഖങ്ങളുടെയും സൗഖ്യം ഇവർക്ക് ലഭിക്കുന്നതെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. അവർക്ക് 16 ലക്ഷം രൂപയുടെ ഒരു വലിയ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ ജപ്തിയുടെ ഒരു സങ്കടം അവർക്കുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അത് പെട്ടെന്ന് എടുത്തു മാറ്റാനായി ഒഴിവാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചുവെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ തന്നെ ഇവരുടെ കണ്ട ഈ കുഞ്ഞ്
5 ദിവസം ജനിച്ചതിന് ശേഷം 5 ദിവസം കഴിഞ്ഞപ്പോൾ 48 മണിക്കൂറാണ് ഈ കുഞ്ഞിന് ജീവൻ പറഞ്ഞത്. ഈ അമ്മ വളരെ സങ്കടത്തോടുകൂടി നമ്മോട് ഏറ്റുപറയുകയായിരുന്നു, ആരെല്ലാം കൈവിട്ടാലും ഈശോയുടെ തിരുരക്തം നമ്മുടെ സിരകളിലെല്ലാം ഒഴുകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ജീവൻ നൽകിയിരിക്കുന്നത് ഈശോ മാത്രമാണ്. ഇന്ന് ഈ കുഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ഓടിച്ചാടി ഇന്ന് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത് ജീവൻ്റെ തുടിപ്പ്, ഈശോയുടെ ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമായിട്ടാണ്. ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ സുലഭമായി നൽകാനാണെന്നാണ് ഈശോ പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഇവർക്ക്, ഈ മകൾക്ക് HR ആയിട്ടൊരു വലിയ നല്ല പോസ്റ്റ് നൽകി. അത് ഒരു 1.5 വർഷത്തിന് ശേഷം ഉണ്ടായിരുന്ന മെറ്റേണിറ്റി ലീവിന് ശേഷം ജോലി ലഭിക്കില്ല എന്ന് തോന്നിയപ്പോൾ ആ മകൾക്ക് ലഭിച്ച വലിയൊരു ഓഫറാണ്. ഹസ്ബൻഡിനും മകൾക്കും നല്ല ഒരു ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഓരോ ജീവിത സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത്. അല്പം സമയം വൈകിയാൽ നമുക്ക് കിട്ടുന്നത് വലിയ ഓഫറാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും, ജോലിയില്ലാത്ത മക്കളെയും, വിദേശത്തായിരിക്കുന്ന മക്കളെയും, ജോലിക്കായി കാത്തിരിക്കുന്ന മക്കളെയും, നോക്കാൻ ആരുമില്ലാത്ത മാതാപിതാക്കളും മക്കളും നഷ്ടപ്പെട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.